In the previous class, we discussed about Arab Empire, Ottoman Empire, and Mughal Empire, and their features. Now we are going to discuss about the Mali Empire. We can see the map in the textbook, and Mali Empire. Mali Empire situated Atlantic Ocean, near the Atlantic Ocean, in the African continent. The Mali Empire was one of the famous empires of medieval Africa. Mali Empire എന്ന് പറയുന്നത് ഫേമസ് എംപയർ ആയിരുന്നു ഓഫ് ദി മിഡീവൽ ആഫ്രിക്ക. മധ്യ ആഫ്രിക്കയിലെ മിഡീവൽ ആഫ്രിക്ക, മധ്യകാല ആഫ്രിക്കയിലെ ഫേമസ് എംപയർ ആയിരുന്നു മാലി എംപയർ. ദി സെന്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാസ് മാലി ഇൻ വെസ്റ്റ് ആഫ്രിക്ക. ഒന്നും പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ കേന്ദ്രം കൂടിയായിരുന്നു വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി. Observe the map and locate the areas that came under the Mali Empire. നമ്മൾ മാപ്പ് നേരത്തെ നോക്കിയതാണ്, കണ്ടതാണ്. Kangan Musa was a famous ruler of medieval Africa who was known as European records as Mansa Musa. അപ്പോൾ കാങ്കൻ മൂസ ആയിരുന്നു മിഡീവൽ ആഫ്രിക്കയിലെ ഫേമസ് റൂളർ ഹു വാസ് നോൺ ആസ് യൂറോപ്യൻ റെക്കോർഡ്. യൂറോപ്യൻ റെക്കോർഡുകളിൽ അദ്ദേഹം അറിയപ്പെട്ടത് മൻസ മൂസ എന്ന പേരിലാണ്. മാലി ഹാഡ് ഹ്യൂജ് ട്രഷേഴ്സ് ഓഫ് ഗോൾഡ് ആൻഡ് ഹെൻസ് ഇറ്റ് വാസ് എ വെരി വെൽത്തി റീജിയൻ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ മാലിക്ക് സ്വന്തമായിട്ട് ഹ്യൂജ് ട്രഷേഴ്സ് ഓഫ് ഗോൾഡ്, സ്വർണത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു സമ്പന്നത ഉണ്ടായിരുന്നു, സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു. ട്രഷേഴ്സ് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ ഗോൾഡ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഗോൾഡിൻ്റെ ഇന്നും ഗോൾഡിൻ്റെ മൂല്യം നിങ്ങൾക്കറിയാം. ഇന്നും സ്വർണത്തിന് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കൊറോണയൊക്കെ വന്നപ്പോൾ സ്വർണത്തിന് തന്നെയാണ്, ഗോൾഡിന് തന്നെയാണ് ഇപ്പോഴും വില നിൽക്കുന്നത്. അതായത് സ്റ്റെബിലിറ്റിക്ക് ഗോൾഡിൻ്റെ മൂല്യം എല്ലാ കാലത്തും ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്നുണ്ട്. ആൻഡ് ഹെൻസ് ഇറ്റ് വാസ് എ വെരി വെൽത്തി റീജിയൻ അറ്റ് ദാറ്റ് ടൈം. അതുകൊണ്ട് ഈ മാലി എംപയർ ആ കാലഘട്ടത്തെ വെരി വെൽത്തി റീജിയൻ ആയിട്ട് തന്നെ നിലകൊണ്ടു. Timbuktu in the empire of Mali was the most important cultural and commercial center of medieval Africa. ഇനി തിംബുക്ത് എന്ന സ്ഥലമാണ് അത് മാലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൾച്ചറൽ ആൻഡ് കൊമേഴ്സ്യൽ സെന്റർ ഓഫ് മിഡീവൽ ആഫ്രിക്ക. മധ്യകാല ആഫ്രിക്കയിലെ മിഡീവൽ പീരീഡൊക്കെ നമ്മൾ നേരത്തെ കണ്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാതെ. മധ്യകാല ആഫ്രിക്കയിലെ എന്താണ് സാംസ്കാരികമായിട്ടും വാണിജ്യപരമായിട്ടും വാണിജ്യപരമായിട്ടുള്ള കേന്ദ്രമായിരുന്നു തിംബുക്ത്. മെർച്ചൻസ് ഫ്രം വെനീസ്, ഗ്രാനഡ ആൻഡ് ജനോവ റീച്ച്ഡ് തിംബുക്ത് ഫോർ മാർക്കറ്റിംഗ് ദെയർ മെർക്കൻഡൈസ് such as gold and ivory. അപ്പോൾ ഈ വെനീസിൽ നിന്നുള്ളവർ, അതുപോലെ ഗ്രാനഡ, ജനോവ, അവിടെ ഇറ്റാലിയൻ നഗരങ്ങളാണ് ഇതൊക്കെ. അവിടെ നിന്നൊക്കെയുള്ളവരെ
ഈ തിംബുക്തിലേക്ക് എത്തിയിരുന്നു. എന്തിനു വേണ്ടി? മാർക്കറ്റിംഗ് ദെയർ മെർക്കൻഡൈസ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ, സച്ച് ആസ് ഗോൾഡ് ആൻഡ് ഐവറി. ഇറ്റ് വാസ് ഓൾസോ എ സെന്റർ ഓഫ് സ്ലേവ് ട്രേഡ്. ഈ തിംബുക്ത് മറ്റൊരു കാര്യത്തിനും നമ്മുടെ ഇക്കാലത്തൊന്നും ഇല്ലാത്ത ഒരു സംഭവം, സ്ലേവ് ട്രേഡ്. സ്ലേവ് മീൻസ് അടിമകളുടെ ട്രേഡിനും ട്രേഡിന്റെയും ഒരു കേന്ദ്രമായിരുന്നു തിംബുക്ത്. The University of Timbuktu was one of the leading centers of knowledge of that period. ഇനി തിംബുക്തിനെ പറ്റി പറയുമ്പോൾ നല്ല വശങ്ങളുമുണ്ട്. എഡ്യൂക്കേഷൻ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, നോളജിന്റെ മേഖലയിൽ ദി യൂണിവേഴ്സിറ്റി ഓഫ് തിംബുക്ത് വാസ് വൺ ഓഫ് ദി ലീഡിംഗ് സെന്റർ ഓഫ് നോളജ് ഓഫ് ദാറ്റ് പീരീഡ്. ദി യൂണിവേഴ്സിറ്റി അട്രാക്റ്റഡ് സ്റ്റുഡൻസ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെയും ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ആകർഷിച്ചിരുന്നു. ദി ഗ്രേറ്റ് മോസ്ക് constructed by Kangan Musa at Timbuktu was the leading center of Islamic studies during the medieval period. ഇനി കാങ്കൻ മൂസ നിർമ്മിച്ച, തിംബുക്തിൽ നിർമ്മിച്ച ഗ്രേറ്റ് മോസ്ക്, അത് എന്താണ് എന്ന് പറഞ്ഞു? ലീഡിംഗ് സെന്റർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ്, ഇസ്ലാമിക പഠനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു ആ മിഡീവൽ പീരീഡിലെ. നമുക്ക് ചോദ്യം ഒന്ന് പറഞ്ഞു പോന്നു. അവിടെ ചോദ്യം നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാനുള്ളത് അവസാനത്തേക്ക് വെക്കുന്നില്ല, ഇപ്പൊ തന്നെ പറയുന്നു. എക്സ്പ്ലെയിൻ ദി എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് മിഡീവൽ ആഫ്രിക്ക ഓൺ ദി ബേസിസ് ഓഫ് മാലി എംപയർ. വൺസ് മോർ, അവിടെ എക്സ്പ്ലെയിൻ ദി എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് മിഡീവൽ ആഫ്രിക്ക ഓൺ ദി ബേസിസ് ഓഫ് മാലി എംപയർ. Then we discuss China and Japan. നമുക്ക് അതിലേക്ക് കിടക്കാം. ചൈനയുടെ മാപ്പൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ചൈനയുടെ തൊട്ട് അപ്പുറം ആയിട്ട് നമ്മുടെ ചൈനയ്ക്കും ജപ്പാനും പൊതുവായിട്ട് പസഫിക് ഓഷ്യനോട് ചേർന്ന ഭാഗത്താണ് ഈ രണ്ട് രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നത്. ചൈനയുടെ കിഴക്കൻ അതിരും അതുപോലെ തന്നെ പസഫിക് ഓഷ്യനിലെ ഒരു ദ്വീപും കൂടിയാണ് ഇത് ജപ്പാൻ. അതിർത്തി പങ്കിടുന്ന ദ്വീപ് പസഫിക് ഓഷ്യനുമായിട്ട്. ചൈന ആൻഡ് ജപ്പാൻ were the countries in Asia where efficient administrative system existed during the medieval period. അപ്പോ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മെഡീവൽ പീരീഡിലെ, അതായത് 15th to 16th ആ പീരീഡിലെ നമ്മൾ ആ മെഡീവൽ പീരീഡ് ആയിട്ട് നമ്മൾ കണക്കാക്കിയ ആ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അധികാര കേന്ദ്രങ്ങളെ, സെന്റേഴ്സ് ഓഫ് പവർ, അതിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ചൈന ആൻഡ് ജപ്പാൻ were the countries in Asia where efficient administrative system. ഇവിടെ രണ്ടിടത്തും കാര്യക്ഷമമായ ഭരണ സംവിധാനങ്ങൾ നിലവിലിരുന്നു. നമുക്ക് ആ പ്രദേശങ്ങളുടെ മാപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ്, ആദ്യഘട്ടത്തിൽ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി മിഡീവൽ പീരീഡ്, ചൈന വാസ് റൂൾഡ് ബൈ ദി ടാങ് ഡൈനാസ്റ്റി. ചൈന ഭരിച്ചിരുന്നത് ടാങ് ഡൈനാസ്റ്റിയിൽപ്പെട്ടവരായിരുന്നു. ടാങ് രാജവംശത്തിൽപ്പെട്ടവരായിരുന്നു ചൈന ഭരിച്ചിരുന്നത്. ദി സോവറിനിറ്റി ഓഫ് ദി കൺട്രി വാസ് വെസ്റ്റഡ് ഇൻ ദി എംപറർ. എന്നാൽ സോവറിനിറ്റി മീൻസ് പരമാധികാരം. ഈ പരമാധികാരം ഓഫ് ദി കൺട്രി, രാജ്യത്തിന്റെ പരമാധികാരം നിലകൊണ്ടിരുന്നത്, വെസ്റ്റഡ് നിക്ഷിപ്തമായിരുന്നത് ഇൻ ദി എംപറർ, ചക്രവർത്തിയിലായിരുന്നു നിക്ഷിപ്തമായിരുന്നത്. പരമാധികാരം നിക്ഷിപ്തമായിരുന്നു. സ്റ്റേറ്റ് ഒഫീഷ്യൽസ് were selected after conducting competitive examinations based on the criteria of education and excellence. അപ്പോൾ സ്റ്റേറ്റ് ഒഫീഷ്യൽസ്, അതായത് അവിടുത്തെ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരെ, ഒഫീഷ്യൽസ് മീൻസ് ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്തിരുന്നത്
തിരഞ്ഞെടുത്തിരുന്നത് were selected after conducting competitive examination. Competitive means മത്സര എക്സാമിനേഷൻ, മത്സര പരീക്ഷകൾ. മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിലായിരുന്നു based on the criteria of education and excellence. എക്സലൻസ് മിടുക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെയായിരുന്നു രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്തിരുന്നത്. The Tang rulers were tolerant towards all religions എല്ലാ മതവിഭാഗങ്ങളോടും, religions means മതവിഭാഗങ്ങൾ, എല്ലാ മതവിഭാഗങ്ങളോടും സഹിഷ്ണുതാ മനോഭാവത്തോടെ തുല്യ പരിഗണനയോടെ കരുതുന്നവരായിരുന്നു ടാങ് റൂളേഴ്സ്. ദി ടാങ് റൂളേഴ്സ് were tolerant towards all religions and were great promoters of trade and commerce. പിന്നെ അവരെന്ത് ചെയ്ത് എല്ലാ മതങ്ങളോടും തുല്യ പരിഗണന, and were great promoters, പ്രോത്സാഹനം കൊടുക്കുന്നവരായിരുന്നു, വലിയ പ്രോത്സാഹനം കൊടുക്കുന്നവരായിരുന്നു. ആർക്ക്? ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വ്യാപാരത്തിനും വാണിജ്യത്തിനും വലിയ പ്രോത്സാഹനം കൊടുക്കുന്നവരായിരുന്നു ടാങ് റൂളേഴ്സ്. ആഫ്റ്റർ ദി ടാങ് ഡൈനാസ്റ്റി, ചൈന വാസ് റൂൾഡ് ബൈ സോങ്, മിങ് ആൻഡ് മഞ്ജു ഡൈനാസ്റ്റീസ്. അപ്പോൾ ഒരേ ഡൈനാസ്റ്റി അല്ല പിന്നെ ഭരണം നടത്തുന്നത് ചൈനയിൽ. ആദ്യം നമ്മൾ പറഞ്ഞു മിഡീവൽ പീരീഡിന്റെ ഇതിനെ ടാങ് ഡൈനാസ്റ്റിയാണ്. പിന്നീട് ചൈന വാസ് റൂൾഡ് ബൈ സോങ്, മിങ് ആൻഡ് മഞ്ജു ഡൈനാസ്റ്റീസ്. നമ്മൾ നെക്സ്റ്റ് ജപ്പാനിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ മാപ്പുകൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണാനായിട്ടുള്ള അവസരം. അവിടെ ചൈനയുടെ ഇത് കാണുന്നു. ചൈനയ്ക്കപ്പുറം ജപ്പാൻ ഐലൻഡ്സ് ദ്വീപുകളായിട്ട് കിടക്കുന്ന ജപ്പാന്റെ കാര്യം. ചൈന വലുതാണ്, വലിയ രാജ്യമാണ്. എങ്കിൽ ജപ്പാൻ വലിയ ഒരു കൊച്ചു രാജ്യം. നമുക്കത് അന്തരം പോലും കാണാം. പക്ഷെ ഇവിടുത്തെ രണ്ടോടത്തി സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ ചൈനയിലത്തെ കണ്ടു, ഇനി ജപ്പാനിലത്തെ കാണാൻ പോകുന്നു. ഇൻ ദി മിഡീവൽ ജപ്പാൻ ഓൾസോ ദി എംപറർ വാസ് ദി സുപ്രീം ഹെഡ് ഇൻ ദി പൊളിറ്റിക്കൽ അഫയർ. മിഡീവൽ ജപ്പാനിലും എംപറർ തന്നെയായിരുന്നു സുപ്രീം ഹെഡ് പൊളിറ്റിക്കൽ അഫയേഴ്സ്, രാഷ്ട്രീയ കാര്യങ്ങളിലെ പരമാധികാരി, സുപ്രീം, ഏറ്റവും മുകളിൽ സുപ്രീം. നമ്മൾ സുപ്രീം കോർട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സുപ്രീം ഹെഡ് അത് തന്നെയാണ്, എംപറർ തന്നെയാണ് ജപ്പാനിലും. ബട്ട് ദി അഡ്മിനിസ്ട്രേഷൻ വാസ് overhauled by the feudal lords known as shoguns. എന്നാൽ വേറെ വ്യത്യാസമുണ്ട്. അഡ്മിനിസ്ട്രേഷൻ വാസ് ഓവർഹോൾഡ്, കൈകാര്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ചിരുന്നത് ബൈ ദി ഫ്യൂഡൽ ലോർഡ്സ്, ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു. നോൺ ആസ്, അവരറിയപ്പെട്ടിരുന്നത് ഷോഗൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ലാൻഡ് വാസ് അണ്ടർ ദെയർ കൺട്രോൾ, ഭൂമിയൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണ്. ഇറ്റ് വാസ് അണ്ടർ ദി ഷോഗൻസ് that Tokyo emerged as the center of power. അങ്ങനെ ഇവരുടെ ഇവരുടെ നേതൃത്വത്തിന് കീഴിൽ, അവരുടെ ഷോഗൻസിന്റെ നേതൃത്വത്തിന് കീഴിൽ ടോക്കിയോ, ജപ്പാനിലത്തെ പ്രധാനപ്പെട്ട ടൗൺ ആയിട്ടുള്ള ടോക്കിയോ എമേർജ്ഡ് ആസ് ദി സെന്റർ ഓഫ് പവർ. അവിടുത്തെ അധികാരത്തിന്റെ കേന്ദ്ര സ്ഥാനത്തുള്ള സ്ഥലമായിട്ട് ടോക്കിയോ വളർന്നു. ഇന്ന് ടോക്കിയോ നമുക്കറിയാം ഏതാണ്, ജപ്പാന്റെ ക്യാപിറ്റലാണ് ടോക്കിയോ. നമ്മുടെ നെക്സ്റ്റ് കിടക്കുകയാണ് മിഡീവൽ അമേരിക്ക. ഫ്രം ഏൻഷ്യന്റ് ടൈം ടുവേർഡ്സ്, നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ മറ്റൊരു കോണ്ടിനെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ചൈനയും ജപ്പാനൊക്കെ ഏഷ്യൻ കോണ്ടിനെന്റിലുള്ള കൺട്രീസ് ആയിരുന്നുവെങ്കിൽ അമേരിക്ക എന്നത് നമുക്കറിയാം അമേരിക്കൻ കോണ്ടിനെന്റ്. അതായത് നോർത്ത് അമേരിക്കയുണ്ട്, സൗത്ത് അമേരിക്കയുണ്ട്. ഫ്രം ദി ഏൻഷ്യന്റ് ടൈം ടുവേർഡ്സ് indigenous civilizations prevailed in both North and South America. രണ്ട് കോണ്ടിനെന്റ് ആണ് കേട്ടോ. നോർത്ത് അമേരിക്ക ഒരു കോണ്ടിനെന്റ്, സൗത്ത് അമേരിക്ക മറ്റൊരു കോണ്ടിനെന്റ്. ഇത് ലൊക്കേഷൻ ചെയ്യുന്നത്
These civilizations continued to exist in the medieval period also. ഇവിടെ നമ്മൾ ആദ്യം കണ്ടു പറയുന്നു ഫ്രം ദി ആൻഷ്യന്റ് ടൈം ഓൺവേർഡ്സ്, പുരാതന കാലം മുതൽ തന്നെ ഇൻഡിജീനിയസ് മീൻസ് തദ്ദേശീയമായ സിവിലൈസേഷൻസ് prevailed in both നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. അതായത് മറ്റേ തനതായിട്ടുള്ളൊരു സംസ്കാരങ്ങൾ സിവിലൈസേഷൻസ് തന്നെയാണ് പ്രിവെയിൽഡ് നിലനിന്നിരുന്നത് ഇവിടെ രണ്ട് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും. These civilizations continued to exist in the medieval period also. മധ്യകാലഘട്ടത്തിലും ഇതേ രീതി തന്നെ തുടർന്നു. The administrative systems in these regions were purely indigenous. ഇവരുടെ ഭരണ സംവിധാനങ്ങളും these regions, ഈ പ്രദേശങ്ങളിലെ were purely, ശുദ്ധമായിട്ടും indigenous, തദ്ദേശീയം തന്നെയായിരുന്നു. നമുക്ക് അതിൻ്റെ നോക്കാം. അവിടെ എന്ത് സിവിലൈസേഷൻ ഒക്കെയാണ് നിലനിന്നിരുന്നത്? അമേരിക്കൻ സിവിലൈസേഷൻസ്, മിസിസിപ്പി, കരീബിയൻ, മഗല്ലൻ, പട്ടായൻ, മായൻ, ഇൻക, അസറ്റിക്, ടോൾടെക്. അപ്പൊ ഇത്രയും സിവിലൈസേഷൻസ് ആണ് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലുമായിട്ട് നിലനിന്നിരുന്നത്. അവരുടെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് നിലനിന്നിരുന്ന സിവിലൈസേഷൻസ് ഈ പേരുകളിൽ അറിയപ്പെടുന്നു. ഇൻ ദയർ ക്വസ്റ്റ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ്, ഇനി ഇൻ ദയർ ക്വസ്റ്റ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ്, കോളനികളുടെ വേണ്ടിയുള്ള അന്വേഷണം, ദി യൂറോപ്യൻസ് റീച്ച്ഡ് അമേരിക്ക ഇൻ ദി 16th century. അപ്പോൾ കോളനികൾക്ക് വേണ്ടിയുള്ള തങ്ങൾക്ക് സാധനങ്ങൾ, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് മീൻസ് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും കളക്ട് ചെയ്യാനും ഇനി തങ്ങളുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കാനും ഉള്ള സ്ഥലങ്ങളായിട്ടാണ് യൂറോപ്യന്മാരെ കോളനികളെ കണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ അവരെ കണ്ടെത്തി എടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു. അവർക്ക് ഇവിടെ നിന്ന് കോട്ടൺ പോലെയുള്ള പ്രോഡക്ട്സ് ഇവിടുന്ന് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇപ്പോൾ കോട്ടൺ പോലെയുള്ളത് കൊണ്ടുപോയിട്ട് തിരിച്ച് അവര് ക്ലോത്ത്സ് ഇവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. അപ്പോൾ ഈ യൂറോപ്യന്മാര് അവർക്ക് കോളനികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന് വേണ്ടി അവരെവിടെ എത്തി? അമേരിക്കയിലെത്തി. എപ്പോ? 16th century, 16ാം നൂറ്റാണ്ടിലെ അവര് അമേരിക്കയിലെത്തി. They destroyed the native cultures and started plantations and mines there. അവരവിടെ എന്ത് ചെയ്തു? They destroyed the native cultures. അവിടെ തദ്ദേശീയമായിട്ടുണ്ടായിരുന്ന കൾച്ചേഴ്സിനെ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ കൾച്ചേഴ്സിനെയൊക്കെ, നമ്മുടെ 8 കൾച്ചറുകൾ കണ്ടോട്, ആ കൾച്ചേഴ്സിനെയൊക്കെ, സംസ്കാരങ്ങളെയൊക്കെ, തദ്ദേശീയമായ സംസ്കാരങ്ങളെയൊക്കെ അവരെ ഡിസ്ട്രോയിഡ്, നശിപ്പിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് പ്ലാന്റേഷൻസ്, അവരെന്ത് ചെയ്തു? തോട്ടം മേഖലകൾ തുടങ്ങി. ആൻഡ് മൈൻസ്, ഖനന മേഖല, അതായത് സ്വർണം തുടങ്ങിയുള്ള ഗോൾഡ് തുടങ്ങിയിട്ടുള്ള അവയൊക്കെ കുഴിച്ചെടുക്കാനുള്ള ഖനനം, മൈൻസ്. The Negroes of Africa were brought to America as slaves. നീഗ്രോകളെ യൂറോപ്യന്മാർ കൊണ്ടുവന്നു. നീഗ്രോസ് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കയിലെ നീഗ്രോസിനെ were brought to America as slaves. ആരാക്കിക്കൊണ്ട്? അടിമകളാക്കി കൊണ്ടുവന്നു. ടു വർക്ക് ഇൻ ദീസ് പ്ലേസസ്, മൈൻസിലും അതുപോലെ തന്നെ പ്ലാന്റേഷൻസിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ടുവന്നു. ഏറ്റവും അപകടകരമായ മേഖലകളിലേക്കാണ് ഈ നീഗ്രോസിനെ, അടിമകളെ, സ്ലേവ്സിനെ ഉപയോഗിച്ചത്. ദി നേറ്റീവ്സ് വേർ സബ്ജക്റ്റഡ് ടു ജെനോയിസ്ഡ്.
ജനൈസ് മീൻസ് അവരെ ഇല്ലാതാക്കി, കൊന്നുകളഞ്ഞു, അവരെ ഇല്ലാതാക്കി, അവരെ അവിടെ നാം അവശേഷമാക്കി അവരെ. നമ്മൾ ഇനി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ഈ മേധാവിത്വത്തിന് ലോകത്തിന് മുഴുവൻ ഒരു അധികാര കേന്ദ്രത്തിന്റെ ആ ഒരു മേധാവിത്വം ഒരു വ്യക്തികൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അധികാര കേന്ദ്രീകൃത സംസ്കാരത്തെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും അതിലേക്ക് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. അങ്ങനെ ഫ്യൂഡലിസം ഡിക്ലൈൻ മീൻസ് തകർച്ച, ഫ്യൂഡലിസത്തിന്റെ തകർച്ച. ഞാനത് നിങ്ങൾക്ക് എന്താണെന്ന് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാര ഒരു താഴേക്കുള്ളത്, ഒരു മുകളിലെ ഏറ്റവും വ്യക്തി, ആ വ്യക്തികളുടെ സമ്പത്ത് അല്ലെങ്കിൽ അധികാരം മുഴുവൻ കേന്ദ്രീകരിക്കുന്നു, അതിന്റെ താഴെ തട്ടിലേക്ക് മറ്റുള്ളതൊക്കെ കടന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ അധികാര കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഡിക്ലൈൻ സംഭവിക്കുന്നു, തകർച്ച സംഭവിക്കുന്നു. ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ദി സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം existed in medieval Europe based on land was known as feudalism. ഇതിനൊക്കെയാണ് സാമൂഹ്യപരമായിട്ട് സോഷ്യോ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ട്, ആൻഡ് എക്കണോമിക്, സാമ്പത്തികപരമായിട്ടുള്ള ഒരു സംവിധാനം, സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ യൂറോപ്പ്, മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്നാണ്. ബേസ്ഡ് ഓൺ ലാൻഡ്, എന്തിന്റെ മുകളിലാണ് അധികാരം പിടിച്ചുള്ളത്? ഓൺ ലാൻഡ്, ഭൂമിയുടെ പേരിലുള്ളതാണ്. വാസ് നോൺ ആസ് ഫ്യൂഡലിസം. ഭൂമിയുടെ മുകളിലുള്ള ആ ഒരു പ്രത്യേക അധികാര സംവിധാനങ്ങളെ എല്ലാറ്റിനെയും ചേർത്തുകൊണ്ട് സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലയിലുള്ള ആ മുഴുവൻ അധികാരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് പറയുന്ന പേരാണ് ഫ്യൂഡലിസം എന്ന്. യു ഹാവ് ഹാഡ് ഡിസ്കഷൻ ഓൺ ദി സ്ട്രക്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്, ഞാൻ വെറുതെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് കൊണ്ടുവന്നു എന്ന് മാത്രം. ഫ്രം ദി 15th century onwards, feudalism began to decline in Europe. അപ്പോൾ 15th century, 15ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിലെ ഫ്യൂഡലിസം തകരാനായിട്ട് തുടങ്ങി, അതിന്റെ തകർച്ച തുടങ്ങി. What were the causes led to the decline of feudalism? ആവർത്തിക്കുന്നു. What were the causes led to the decline of feudalism? ആൻസർ നോക്കാം. അവിടെ പോയിന്റുകളായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. കാർഷിക ഉൽപാദനം ഡിക്രീസ്ഡ്, കുറഞ്ഞു, ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് ആ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറഞ്ഞത്. സെക്കൻഡ് പോയിന്റ്, ഫാമിംഗ്, ക്ഷാമം, ഭക്ഷ്യക്ഷാമം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഫാമിംഗ്. തേർഡ് വൺ, പ്ലാഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്. പ്ലാഗും കരിമ്പനി എന്ന് പറയുന്ന അന്ന് പറഞ്ഞു പിടിച്ചതാണ് ഫ്യൂഡലിസം, യൂറോപ്പിലെ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക്. ഇപ്പൊ നമുക്ക് കോവിഡ് കാലം എങ്ങനെയൊക്കെ ലോകത്തെ ബാധിക്കുന്നു എന്ന് നമുക്കിപ്പോൾ ലൈവ്, നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അന്ന് ആ ഒരു സംവിധാനങ്ങളെ മുഴുവൻ, ആ സിസ്റ്റത്തിനെ മുഴുവൻ തകിടം മറിക്കാൻ കാരണമായി പ്ലാഗ്, ബ്ലാക്ക് ഡെത്തും. ഇനി ക്രൂസൈഡ്സ്, കുരിശുയുദ്ധങ്ങൾ. കുരിശുയുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ജെറുസലേം നമ്മുടെ ക്രിസ്തുമതാനുയായികൾക്ക്, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജെറുസലേം. ഈ ജെറുസലേം 1453 ആര് പിടിച്ചെടുത്തു? നമ്മളത് കണ്ടതാണ്. ആര്? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നതോടുകൂടി തുർക്കി, ടർക്സ് ഈ ജെറുസലേമും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും പിടിച്ചെടുത്തു. ഈ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് പോപ്പിന്റെ നേതൃത്വത്തിൽ ഉള്ള യൂറോപ്യൻസ് ഈ ടർക്സുമായിട്ട് നടന്ന ഏറ്റുമുട്ടലുകൾ, യുദ്ധങ്ങളെയാണ് ക്രൂസൈഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നമുക്ക് ഷോർട്ട് നോട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം നിങ്ങൾക്കത് വായിച്ചു നോക്കുകയും ചെയ്യാം. അപ്പോൾ ഫോർത്ത് പോയിന്റാണ് ക്രൂസൈഡ്സ്. ഫിഫ്ത്ത് പോയിന്റ്, കിങ്സ് മൊണോപോളി ഓഫ് ഗൺ പൗഡർ. അപ്പൊ നമ്മൾ ഫ്യൂഡലിസത്തിൽ നമ്മൾ കണ്ടതാണ്, ഫ്യൂഡൽ ലോർഡ്സിനാണ് അധികാരം.
ഫ്യൂഡൽ ലോർഡ്സ് കിങ്സ് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ആവശ്യാനുസരണം എന്ത് കൊടുക്കുന്നു, സോൾജിയേഴ്സിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ലോർഡ്സ്. അപ്പൊ ലോർഡ്സിന് കയ്യിൽ പവർ ഉള്ളത്, കാരണം അവർക്കാണ് സ്വന്തമായിട്ട് സൈന്യങ്ങളുള്ളത്. അപ്പോൾ ഈ കിങ്സ് ദുർബലരായിരുന്നു, ലോർഡ്സ് ശക്തിമാന്മാരും കിങ്സ് ദുർബലരുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരു മാറ്റം വന്നു. കിങ്സിന് ഈ ഗൺ പൗഡർ സൂക്ഷിക്കാനുള്ള, കൈവശം വയ്ക്കാനുള്ള അധികാരം കിങ്സിന് ലഭിച്ചു. അപ്പൊ കിങ്സിന് അപ്പോൾ മറ്റുള്ള വെടിമരുന്നിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പൊ ഇത് വന്നതോടുകൂടി എന്തുണ്ടായി, കിങ്സിന് അധികാരം കൂടുതൽ ലഭിക്കുകയും അധികാരം കൂടുതൽ കൈവശം ആക്കുകയും ലോർഡ്സിന്റെ അധികാരം കുറയുകയും ചെയ്തു. കിങ്സ് മൊണോപ്പൊളി ഓഫ് ഗൺ പൗഡർ, വെടിമരുന്നിന്റെ ആ കൈവശം വയ്ക്കാനുള്ള അധികാരം വന്നതോടുകൂടി ഈ വലിയൊരു മാറ്റമാണ് അവിടെ ഈ അധികാര ശ്രേണിയിലെ അധികാരത്തിന്റെ അധികാരത്തിന്റെ ഇതിൽ ഉണ്ടായത്. ഇനി പെസൻസ് റിവോൾട്ട്സ് മീൻസ് കർഷക കലാപം. അതായത് കർഷകര് അന്ന് ഈ പലവിധ കാരണങ്ങളാൽ വിളവുകൾ കുറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്ലഡ് വരാം, അതുപോലെ തന്നെ മറ്റേ പല കാരണങ്ങളാൽ നമുക്കിപ്പോൾ അറിയാം, വരൾച്ച വരണോ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ വിളവ് നാശം സംഭവിക്കാം, വേണ്ടത്ര വിളവുകൾ ഇല്ലാതിരിക്കാം. അപ്പോൾ ആ സമയത്ത് ടാക്സ് കുറയ്ക്കുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെതിരായിക്കൊണ്ട് പെസൻസ് റിവോൾട്ട്സ്, കലാപങ്ങൾ നടത്തി. ഈ പെസൻസ് റിവോൾട്ട്സും എന്തുണ്ടാക്കി, ഈ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാക്കി. ഇനി എമർജൻസ് ഓഫ് നാഷൻ സ്റ്റേറ്റ്, അതായത് ദേശരാഷ്ട്രം, ഒരു ചെറിയ ഭൂപ്രദേശമായിട്ട് നിന്നിരുന്ന ആ ഫ്യൂഡലിസത്തിന്റെ വ്യവസ്ഥതയിൽ നിന്നും വലിയൊരു രാജ്യം എന്ന രാജ്യം എന്ന രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് ജനങ്ങൾ പ്രേരിതരായി. ജനങ്ങൾ ആ രീതിയിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ തുടങ്ങി. അതും അങ്ങനെ നാഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന, ദേശരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം വന്നു. അതും ഏതിന് തകർച്ചയ്ക്ക് കാരണമായി, ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. നമ്മളപ്പോൾ കോസസ് നമ്മൾ കണ്ടു. ഇനി അടുത്തത് നമ്മൾ കൺക്ലൂഷനിലേക്ക് കടക്കുന്നു. ഇൻ ദിസ് യൂണിറ്റ്, നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ്? സെന്റേഴ്സ് ഓഫ് പവർ, അധികാരം, medieval period, the centers of power. We have become familiar with the different forms of power. നമ്മൾ അധികാരത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ കണ്ടു. In the medieval world, significant administrative reforms were introduced in Asia, Europe, Africa and America during this period. നമ്മളെല്ലാ കോണ്ടിനെന്റിലും ഉള്ള അധികാരത്തിന്റെ ആ തരങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി ദീസ് റിഫോംസ്, അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. ദീസ് റിഫോംസ് ആൻഡ് സെന്റേഴ്സ് ഓഫ് പവർ, ഈ അധികാര കേന്ദ്രങ്ങൾക്ക് ഗേവ് വിഗർ ടു ദി മാർച്ച് ടുവേർഡ്സ് ദി മോഡേൺ ഏജ്, ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് എത്രമാത്രം അത് കാരണമായി എന്നുള്ളതും നമ്മൾ കണ്ടു. ആ മാറ്റമാണ് ഇവിടെ നമ്മൾ കണ്ടത്, എത്രമാത്രം പ്രേരണയായി എന്നുള്ളത്. താങ്ക് യു. നോട്ട്സ് നിങ്ങൾക്ക് ഇതിന് ശേഷം, ഈ ക്ലാസ് കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നോട്ട്സ് അയക്കുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് നന്നായി പഠിക്കുക, ടെസ്റ്റും നന്നായിട്ട് വായിക്കുകയും ചെയ്യുക. നമുക്ക് ടെസ്റ്റാണ്, സോഷ്യൽ സയൻസ് എന്ന വിഷയത്തിനൊക്കെ പറയുമ്പോൾ ടെസ്റ്റ് ബേസ്ഡ് ആണ്. നമുക്ക് 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെന്നൊക്കെ നമുക്കറിയാലോ. അത് 40 സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ നിന്നും 40 മാർക്ക് സോഷ്യൽ സയൻസ് സെക്കൻഡിൽ. അപ്പം നന്നായിട്ട് ഒരുങ്ങി പഠിക്കുക. ഞാനിപ്പോൾ ഈ ആഴ്ച ഇനി വേറെ നോട്ട്സുകളൊന്നും ഇടില്ല, ഇന്നത്തോടെ അത് അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സുകളാണ്. ഓക്കെ, താങ്ക് യു.